ലോകത്തെ ഏത് ജോലിക്കും അനുയോജ്യരായ പുതിയ തലമുറയെ വളർത്തിയെടുക്കണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസും ജില്ലാ ഭരണകൂടവും ജില്ലാ നൈപുണ്യ സമിതിയും സംയുക്തമായി നൈപുണ്യ പരിശീലനം നൽകുന്ന പൊതുസ്വകാര്യ സ്ഥാപനങ്ങൾക്കായി സംഘടിപ്പിച്ച ജില്ലാതല സബ്മിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തുള്ള ഏത് കോഴ്സുകളും ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഏത് രീതിയിലുള്ള അവസരങ്ങളും ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞ 4 വർഷത്തെ കേരളത്തിലെ യുവാക്കൾ 6 ലക്ഷത്തോളമാണ് പുറത്തുപോയത്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽ കൊടുത്തത് നമ്മളല്ലേ. അതിന് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതല്ലേ ഏറ്റവും വലിയ കാര്യം. ഇതിൽ തന്നെ 20% കുട്ടികൾ പുറത്തുപോയി പഠിച്ചു വരും. ആ പഠിക്കാനുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യം ഒരുക്കിയല്ലേ നമ്മളെ വിദ്യാഭ്യാസ രീതിയില്ല കൊണ്ടുവന്ന മാറ്റം അതിന് സഹായകരമായി എന്നതാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷം വരാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാതെ പോകാൻ കഴിയും. അത് നമുക്ക് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യലും ചെറുതായി ഇപ്പോൾ ആ റെമിറ്റൻസ് ബാധിച്ചു വന്നിട്ടുണ്ട്. അത് GCC രാജ്യങ്ങളെ പഠിച്ചുകൊണ്ടും കാര്യമില്ല, അവർക്കും പിടിച്ചു നിൽക്കാനുള്ള കാര്യങ്ങൾ കുറഞ്ഞു വരികയാണ്. പെട്രോൾ അടക്കമുള്ള അവരുടെ വരുമാന സ്രോതസ്സുകൾക്ക് വരാൻ പോകുന്ന കുറവ്, പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ ഇന്ധനങ്ങളുടെയും കണ്ടുപിടുത്തം. ഇപ്പോൾ പറയുന്നു, ഇപ്പോൾ വെള്ളത്തിൽ നിന്നും വണ്ടി ഓടിക്കാമെന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ടെക്നോളജി, ഇതിനെ വേർപ്പെടുത്തുന്ന ഹൈഡ്രജൻ, ഇതിനെ മാറ്റുന്ന ടെക്നോളജി പ്രകാരം പുറത്തേക്ക് തള്ളുന്ന ഓക്സിജനായിരിക്കാം. ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള കോഴ്സുകളും കേരളത്തിലേക്ക് കൊണ്ടുവരാനാകുമെന്നും ഏറ്റവും പുതിയ ടെക്നോളജി അടിസ്ഥാനമാക്കിയുള്ള കോഴ്സുകൾ ആരംഭിക്കാൻ ഇന്ന് നമുക്ക് കഴിയുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് പൊതു സ്വകാര്യ മേഖലകൾ ചേർന്നുനിന്ന് ലോകത്തിനു മുമ്പിൽ മാതൃകയാകാൻ കേരളത്തിന് കഴിഞ്ഞു. സ്വകാര്യ മേഖലയെ ചേർത്തു പിടിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഏറ്റവും ക്വാളിറ്റിയുള്ള മാൻ പവർ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള സംസ്ഥാനമായി രാജ്യത്തിന്റെ തന്നെ അഭിമാനമാകാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ജില്ലാ കളക്ടർ VR വിനോദ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കളക്ടർ VM മാരിയ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്ലാനിംഗ് ഓഫീസർ AD ജോസഫ്, KASC സ്കിൽ കൺവേർജൻസ് മാനേജർ P അനൂപ് എന്നിവർ സംസാരിച്ചു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. Kavita Gold and Diamonds. Choose your special.